ഹലോ അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? അപ്പോൾ ഇന്ന് വന്നിട്ടുള്ള ചെറിയൊരു ഡേ ഇൻ മൈ ലൈഫാണ്. ഹാഫ് ഡേ ഇൻ മൈ ലൈഫാണ് ചെയ്യുന്നത്. അതിൻ്റെ കൂടെ തന്നെ 2 റെസിപ്പി വീഡിയോയും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പനീർ ബട്ടർ മസാലയുടെയും പിന്നെ ഒരു കണവ റോസ്റ്റിൻ്റെ റെസിപ്പിയാണ്. ഇത് രണ്ടും എൻ്റേതായിട്ടുള്ള സ്റ്റൈലിൽ ചെയ്തെടുത്ത സംഭവമാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ രാവിലെ ഒരു 6:45 7 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും കിച്ചണിലോട്ട് പോകും. ആദ്യം തന്നെ ചെയ്യുന്നത് പിള്ളേരെ സ്കൂളിൽ വിടാനുള്ള കാര്യങ്ങളാണ്. അതിൻ്റെ കൂടെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഇടയിലാകുന്നുണ്ട്. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ആക്കുന്നുണ്ട്. ആ ടൈമിൽ കൊടുത്തുവിടാനുള്ള കറികളും പിന്നെ ഉച്ചക്കത്തേക്കുള്ള കറികളും ഒരുമിച്ചാണ് ആക്കുന്നത്. ചോറ് മാത്രം കൊടുത്തുവിടാനുള്ളത് രാവിലെ കുക്കറിൽ പെട്ടെന്നാക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് പിള്ളേരൊക്കെ പോയി കഴിഞ്ഞിട്ടാണ് പിന്നെ വേറെ ചോറ് വെക്കുന്നത്. അപ്പോൾ ഇന്ന് സ്കൂളിൽ കൊടുത്തു വിടുന്നത് ക്യാബേജ് തോരനും പിന്നെ വഴുതനങ്ങ ഫ്രൈയുമാണ്. പിന്നെ തൈര് കൊടുത്തു വിടുന്നുണ്ട്. അത് പിന്നെ പ്രത്യേകിച്ച് കാണിക്കാനൊന്നുമില്ലല്ലോ. ഞാൻ ഒരു വഴുതനങ്ങയും പിന്നെ ഒരു കത്രിക്കായും എടുത്തിരിക്കുന്നത്. അതിലോട്ട് മുളക് പൊടി, കായപ്പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് പിന്നെ കുറച്ച് അരിപ്പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കുറച്ച് നേരം മാറ്റി വെക്കും. എന്നിട്ട് അപ്പോൾ അതിൻ്റെ ആ കറ ഇങ്ങനെ ഇറങ്ങി വരും. അത് നന്നായിട്ട് പിഴിഞ്ഞ് കളഞ്ഞതിന് ശേഷമാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. സാധാരണയായിട്ടേ ഞാനൊരു 2 വെജിറ്റബിൾ വെച്ചിട്ടുള്ള 2 കറികളാക്കുവാണെങ്കിൽ ആദ്യം തന്നെ വെജിറ്റബിൾസ് എല്ലാം ഒരുമിച്ച് ക്ലീൻ ചെയ്ത് വെക്കും. എന്നിട്ട് കട്ട് ചെയ്തിട്ട് 2 പാത്രത്തിലോട്ടാക്കും. പിന്നെ അടുപ്പൊഴിയുന്നതനുസരിച്ചാണ് കുക്ക് ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ ആദ്യമേ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഈസി ആയിരിക്കും കുക്കിങ്. ഇതേ സമയം നമ്മളിപ്പോൾ ക്യാബേജ് കട്ട് ചെയ്ത് അത് അടുപ്പിൽ വെച്ച് അത് കഴിഞ്ഞ് അത് റെഡിയായി കഴിഞ്ഞ് അടുത്ത തോരനോ കറിക്കോ ഉള്ളത് നോക്കാൻ പോയി കഴിഞ്ഞാൽ ഒരുപാട് ടൈം പോകത്തില്ലേ. അപ്പോൾ അത് കാരണം ഞാൻ വെജിറ്റബിൾസ് എല്ലാം ആദ്യം ഒരുമിച്ച് അങ്ങ് കട്ട് ചെയ്ത് മാറ്റും. എന്നിട്ട് അടുപ്പൊഴിയുന്നതനുസരിച്ച് ഓരോന്നങ്ങ് കയറ്റും. അപ്പോൾ ചിലപ്പോൾ 3 അടുപ്പിലായിട്ട് 3 കറി അങ്ങ് വെച്ച് ഒരേ ടൈമിൽ അതൊക്കെ അങ്ങ് ആയി കിട്ടും. അതാകുമ്പോൾ ഒരുപാട് ടൈം നമുക്ക് കിച്ചണിൽ സ്പെൻഡ് ചെയ്യേണ്ടി വരത്തില്ല. ഇത് എല്ലാവരും ഇങ്ങനെ ആയിരിക്കും ചെയ്യുന്നത്. പക്ഷേ ഞാൻ ചെയ്യുന്ന ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്തതേ ഉള്ളൂ. അത് കഴിഞ്ഞ് ചോറും കറികളും ഒക്കെ ആയിട്ടുണ്ട്. പിന്നെ നേരെ തങ്കുനെ റെഡിയാക്കാനായിട്ട് പോയി. അങ്ങനെ തങ്കുനെ ചിലപ്പോൾ ഞാൻ വിളിക്കുന്ന ദിവസങ്ങളിലെ തങ്കു ചിലപ്പോൾ രാവിലെ കരഞ്ഞുകൊണ്ടായിരിക്കും എഴുന്നേൽക്കുന്നത്. പക്ഷേ ചേട്ടത്തിയുടെ മോൾ ആൾ ചെറുതാണ്. അപ്പോൾ അവൾ വിളിച്ച് എഴുന്നേൽപ്പിച്ചാൽ ഭയങ്കര സന്തോഷമാകും. അപ്പോൾ ഇന്ന് എന്തായാലും അമാലാണ് തങ്കുനെ വിളിച്ച് എഴുന്നേൽപ്പിച്ചത്. അതുകൊണ്ട് കരച്ചിലൊന്നും ഇല്ലാതെ പെട്ടെന്ന് എഴുന്നേറ്റ് പാലൊക്കെ കുടിച്ച് എല്ലാം റെഡിയായി. ബ്രേക്ക്ഫാസ്റ്റും കഴിഞ്ഞിട്ടാണ് തങ്കു റൂമിൽ നിന്ന് ഇറങ്ങുകയുള്ളൂ. കാരണം താഴെ ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കാൻ ഇരുത്തി കഴിഞ്ഞാൽ തങ്കു പല വഴിക്ക് കിടന്നോടും സമയവും കളയും. അത് കാരണം റൂമിൽ ഇരുന്ന് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടാണ് തങ്കു താഴോട്ട് ഇറങ്ങി വരുന്നത്. അപ്പോൾ ലഞ്ചൊക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതെല്ലാം ബാഗിലോട്ട് എടുത്ത് വെച്ച് തങ്കുവിൻ്റെ വണ്ടി ഏകദേശം ഒരു 9 മണിക്ക് മുമ്പായിട്ട് വരും. ഇന്ന് എന്തായാലും തങ്കു കുറച്ച് നേരത്തെ ആയിട്ടാണ് എഴുന്നേറ്റത്. സാധാരണ ദിവസങ്ങളിലുണ്ടല്ലോ ചിലപ്പോൾ വണ്ടി വന്ന് വെളിയിൽ നിന്ന് കഴിക്കുമ്പോഴായിരിക്കും ഞാൻ ഷൂ ഒക്കെ വലിച്ചിട്ട് അവളെയും കൊണ്ട് ഇറങ്ങി ഓടുന്നത്. എന്താണെങ്കിലും ഇന്ന് കറക്റ്റ് സമയമാണ്. കുറച്ച് നേരം താഴെ ഇരിപ്പുണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്കാണ് വണ്ടി വന്നത്. പിന്നെ ഇത് എൻ്റെ കയ്യിലിരിക്കുന്നത് എനിക്ക് ഒരാളേ ഉള്ളൂ. എൻ്റെ കയ്യിലിരിക്കുന്നത് ഞാൻ പറഞ്ഞില്ലേ ചേട്ടത്തിയുടെ മോളാണ്. അപ്പോൾ പിള്ളേർ സ്കൂളിൽ പോകാൻ ഇറങ്ങുന്ന സമയത്ത് അവളും അതേപോലെ തന്നെ ഇവർ ഷൂ ഇടുന്ന പോലെ അവളും ഒരു ചെരുപ്പൊക്കെ ഇട്ടുകൊണ്ട് വരും. അവരുടെ കൂടെ പോകണമെന്നൊന്നുമില്ല. ഒരു ടാറ്റൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അവൾ ഹാപ്പി ആയിരിക്കും. രാവിലെ അപ്പോൾ ചപ്പാത്തിക്ക് പനീർ ബട്ടർ മസാലയായിരുന്നു ആക്കിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ രാവിലെ ധൃതി ആയത് കാരണം വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ വൈകുന്നേരം ഇതാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആ വീഡിയോ ഇതിൻ്റെ കൂടെ ഇൻക്ലൂഡ് ചെയ്യുന്നേ ഉള്ളൂ. അപ്പോൾ 2 വലിയ പഴുത്ത തക്കാളി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 4 സവാള, ഒരു 4-5 അല്ലി വെളുത്തുള്ളിയുമാണ് എടുക്കുന്നത്. 2 പാക്കറ്റ് പനീറിനുള്ളതാണ് ഇപ്പം ഞാൻ കാണിക്കുന്ന റെസിപ്പി. അപ്പോൾ വെളുത്തുള്ളി ഒന്ന് ചതച്ചെടുക്കുന്നുണ്ട്. സവാളയും തക്കാളിയും പിന്നെ എങ്ങനെ വേണമെങ്കിലും കട്ട് ചെയ്യാം. കാരണം അത് നമുക്ക് മിക്സിയിലിട്ട് ഗ്രൈൻഡ് ചെയ്യാനുള്ളതല്ലേ. പിന്നെ നമ്മളിത് ഉണ്ടാക്കുമ്പോഴത്തേക്കും ഒന്നെങ്കിൽ ഗീ അല്ലെങ്കിൽ ബട്ടറോ അല്ലെങ്കിൽ വെജിറ്റബിൾ ഓയിൽ. ബട്ടറോ ഗീ ആണെങ്കിൽ കുറച്ചും കൂടെ ടേസ്റ്റ് കൂടും. വേണമെങ്കിൽ വെജിറ്റബിൾ ഓയിലും ചേർക്കാം. പിന്നെ നമ്മൾ വെളിച്ചെണ്ണ ഒഴിവാക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. ഞാനിവിടെ ഗീയും ബട്ടറും എടുത്തിട്ടുണ്ട്. സോൾട്ടഡ് ബട്ടറാണ് എടുക്കുന്നത്. എന്നിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന എല്ലാം കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം. ആ ടൈമിൽ നമ്മുടെ പനീർ കുറച്ച് ഫ്രോസൺ ആയിട്ടിരിക്കുമായിരുന്നു. അപ്പോൾ അത് കാരണം അതൊരു പാത്രത്തിലിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കുറച്ച് നേരം ഒന്ന് മാറ്റി വെക്കുന്നുണ്ട്. അതാകുമ്പോൾ അത് പെട്ടെന്ന് വിട്ടു വരുമല്ലോ. പിന്നെ കുറച്ച് നേരം വെള്ളത്തിൽ അങ്ങനെ ഇട്ട് കഴുകി എടുത്തു കഴിഞ്ഞാൽ ആ പാലിൻ്റെ സ്മെല്ല് കുറച്ചങ്ങ് കുറഞ്ഞ് കിട്ടും. എനിക്കല്ലെങ്കിൽ ഇത് കഴിക്കുമ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് പാലിൻ്റെ കുത്തൽ ഫീൽ ചെയ്യും. പക്ഷേ ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ആ ഒരു പ്രശ്നം വരത്തില്ല. അപ്പോൾ നമ്മുടെ സവാളയൊക്കെ ഒന്ന് വാടിയിട്ടുണ്ട്. അതിലേക്ക് മുളക് പൊടി, എരിവിനനുസരിച്ചുള്ള മുളക് പൊടി ചേർക്കണം. പിന്നെ മഞ്ഞൾപ്പൊടിയും ഗരം മസാലയും ഉപ്പുമാണ് ചേർക്കുന്നത്. ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. അപ്പോൾ സവാളയും തക്കാളിയും ഞാൻ ഒന്ന് മൂടി വെച്ച് കുക്ക് ചെയ്യുവാണ്. ലോ ഫ്ലെയിമിലിട്ട് അതൊന്ന് സോഫ്റ്റായി വന്നോട്ടെ. ആ ടൈമിൽ നമുക്ക് ഈ പനീറിനെ കുറച്ച് പരിപാടി ചെയ്യാണ്ട്. ഈ പനീർ നമ്മൾ കുറച്ച് സൂക്ഷിച്ച് കൈകാര്യം ചെയ്തില്ലേ സംഭവം മൊത്തം പൊടിഞ്ഞു പോകും. അപ്പോൾ വെള്ളമൊക്കെ കളഞ്ഞ് ഞാൻ കുറച്ച് മുളക് പൊടിയും ഉപ്പും മഞ്ഞൾപ്പൊടിയും ഗരം മസാലയും കൂടി ഇട്ട് ഒന്ന് ടോസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ കൈയിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അത് പൊടിയും. അപ്പോൾ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ടോസ് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് ഗീയും
പിന്നെ കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടെ ചേർത്തിട്ടാണ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഡീപ്പായിട്ടൊന്ന് ഫ്രൈ ചെയ്യേണ്ട, ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുത്താലും മതി. ഫ്രൈ ചെയ്യാതെ നമ്മൾ പനീർ ഡയറക്റ്റായിട്ട് കറിയിലോട്ട് ഇട്ട് കഴിഞ്ഞാൽ പനീർ പെട്ടെന്ന് പൊടിഞ്ഞു പോവും. ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് ഒഴിവാക്കാനായിട്ട് പറ്റും. സാധാരണ പനീർ ബട്ടർ മസാലയിലെ നട്ട്സ് ചേർക്കാറുണ്ട്, പക്ഷേ ഞാനിന്ന് അതൊന്നും ചേർക്കുന്നില്ല. ജസ്റ്റ് വീട്ടിലുള്ള സംഭവങ്ങൾ വെച്ച് പെട്ടെന്ന് റെഡിയാക്കി എടുത്തതാണ്. അപ്പം നമ്മുടെ സവാളയൊക്കെ വഴറ്റിയത് മിക്സിയിലൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. നന്നായിട്ട് അരച്ചെടുക്കണം. ചിലവരിത് അരിച്ചെടുക്കാറുണ്ട് അരച്ചിട്ട്, പക്ഷെ ഞാൻ ഇന്ന് അരിക്കാൻ നിൽക്കുന്നില്ല, ഡയറക്റ്റായിട്ട് പനീറിൻ്റെ അകത്തോട്ട് ചേർക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ 1 ടേബിൾ സ്പൂണോളം ടൊമാറ്റോ സോസ് ചേർക്കുന്നുണ്ട്. പിന്നെ പാലാണ് ചേർക്കുന്നത്. ഒന്നെങ്കിൽ ക്രീം ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ക്രീം ഇല്ലാത്ത കാരണം പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 1/4 ഗ്ലാസ് അല്ലെങ്കിൽ ഒരു 1/2 ഗ്ലാസോളം പാൽ ചേർക്കുന്നുണ്ട്. വെള്ളം ചേർക്കുന്നതിന് പകരമായിട്ട് ഞാൻ പാലാണ് ചേർത്ത് കൊടുത്തത്. എന്നിട്ട് അതിലോട്ട് കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ട് പിന്നെ ലാസ്റ്റ് കുറച്ച് കസൂരി മേത്തിയും കൂടെ മുകളിൽ ഇട്ട് കഴിഞ്ഞിട്ട് നമുക്കത് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി അടുത്തായിട്ട് ഉച്ചക്കത്തേക്കുള്ള കണവ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. കുറച്ച് കറിവേപ്പില, പിന്നെ ഉള്ളിയാണ് എടുത്തിട്ടുള്ള. ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു കപ്പോളം അത് വരും. പിന്നെ 1/2 കിലോ കണവ എടുത്തിരിക്കുന്നത്. അത് വട്ടത്തിൽ കട്ട് ചെയ്തെടുത്ത് അതിലേക്ക് കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും പിന്നെ കുറച്ച് പെരിഞ്ചീരകവും ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. 2 പുളിയെ ചേർത്തിട്ടുള്ളൂ. ഈ പുളിക്ക് കുറച്ച് പുളി കൂടുതലായത് കാരണം 2 എണ്ണേ ചേർത്തിട്ടുള്ളൂ. അതിൻ്റെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതിൻ്റെ അകത്ത് ഇപ്പം നമ്മൾ ഓയിലും ചേർക്കുന്നില്ല, വെള്ളവും ചേർക്കുന്നില്ല. ആ കണവയിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങി വന്നോളും. അപ്പോൾ അതൊന്ന് മൂടി വെച്ചിട്ട് നമുക്ക് അടുപ്പിലോട്ട് വെക്കാം. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഇത് ജസ്റ്റ് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ തന്നെ അതിൽ നിന്ന് ആ വെള്ളമൊക്കെ അങ്ങ് ഇറങ്ങി വരാൻ തുടങ്ങും. ഈ വെള്ളത്തിൽ കിടന്ന് തന്നെ കണവ കുക്കായിക്കോളും. ഏകദേശം വെള്ളം വറ്റി തുടങ്ങുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. വെളിച്ചെണ്ണ എടുത്ത് ഒരു 1-2 മിനിറ്റ് നന്നായിട്ടൊന്ന് റോസ്റ്റ് എടുത്ത് അതെല്ലാം കൂടെ ഒന്ന് പെരണ്ട് വരുമ്പോഴത്തേക്കും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അത് കഴിഞ്ഞ് പിന്നെ നേരെ തങ്കുവിൻ്റെ സ്കൂളിലോട്ട് ഫീസ് അടയ്ക്കാനായിട്ടാണ് മെയിനായിട്ട് പോയത്. അപ്പോൾ ഞാൻ വിചാരിച്ചു സ്കൂൾ വിടുന്ന ടൈം ആണെങ്കിൽ അവളെയും കൂടെ വിളിച്ചിട്ട് വരാമല്ലോ എന്ന്. അപ്പം ഞാൻ ഇന്ന് വരുമെന്ന് അവൾക്ക് യാതൊരു ഐഡിയ ഇല്ല. സാധാരണ പോലെ തന്നെ അവളുടെ ഡ്രൈവറിൻ്റെ കൂടെ തിരിച്ചു വരുമെന്നുള്ള സംഭവത്തിലാണ് അവളിരിക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് തന്നെ കണ്ടപ്പോൾ അവൾക്ക് ഭയങ്കര സന്തോഷമാവുകയും ചെയ്ത്. അങ്ങനെ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ വൈകുന്നേരം വരെ ആയപ്പോഴത്തേക്കും ഏകദേശം വ്ളോഗ് ഇവിടെ എൻഡ് ചെയ്യുവാണ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കുക. അപ്പോൾ വീണ്ടും നല്ല വീഡിയോ ആയിട്ട് കാണാം. താങ്ക്